എല്ലാവർക്കും ലീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ കറിയാണ്. അതിനു വേണ്ടിയുള്ള സവാള നമ്മൾ അരിയാണ്. 4 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് നമ്മൾ 4 എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ നമ്മൾ 3 എടുത്താൽ മതി. തക്കാളി ഒരു 2 വേണം. പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയാണ്. സോയാബീൻ നമ്മൾ ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പൊടി പോലെ അരിഞ്ഞ് കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായ കുക്കറിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. നല്ലതുപോലെ ചൂടായി. കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. അതിൽ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സവാള പൊടി പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചായിരുന്നു അതിട്ട് കൊടുത്തു. നല്ലതുപോലെ വാടി വരണം. അതുപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് വാടട്ടെ. ഇളക്കി കൊടുക്കുകയാണ്. അടിക്ക് പിടിക്കരുത്. നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് മുളക് പൊടി ഇടുന്നു. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. 2 സ്പൂണാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പാകത്തിന് മല്ലിപ്പൊടി 1.5 സ്പൂൺ ഇട്ട്, മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി നല്ലതുപോലെ ഒന്ന് ഇളക്കി പച്ചച്ചവ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുതിർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അരപ്പെല്ലാടും ഒന്ന് പിടിക്കണം. അടിക്ക് പിടിക്കരുത്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് വെച്ച് വരുമ്പോൾ ഇറച്ചി മാറി നിൽക്കും. ഇറച്ചിക്കറിയുടെ കണക്ക് തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. തോനെ വെള്ളം ചേർക്കണ്ട. 1 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. ഒരു 4 വിസിൽ വരെ ഇത് കേൾപ്പിക്കണം. നമ്മളിപ്പോൾ കുക്കർ അടയ്ക്കുകയാണ്. കുക്കർ നമ്മൾ തുറക്കുകയാണ്. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇറച്ചിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നല്ല വരട്ടിയെടുത്തേക്കുവാണ്.
എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാവുന്നൊരു കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ബീഫ് കറിയൊക്കെ കൂട്ടുന്നതിനേക്കാളൊരു ടേസ്റ്റ് വരും. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബായ്.